അതായത് ഈ ഒരു കവാടം കഴിഞ്ഞിട്ടുള്ള വഴി ഭയങ്കര ഒരു മിസ്റ്റീരിയസ് വഴിയാണ്. എൻ്റെ പൊന്ന് എന്ത് പേരില്ല ഇത്, അടിപൊളി പേര്. അതെ, അങ്ങനെ ഓപ്പണാണ്. അത് കാണാനും ഉണ്ട് വെള്ളം, നല്ലപോലെ വെള്ളം കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരുവിക്കര ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് സൈഡിലായിട്ടാണ് ഇതേപോലെ ഒരു ആർച്ച് കാണും. എനിക്കറിയാം പലരും ഈ ആർച്ച് വഴി അങ്ങോട്ട് പോയിട്ടില്ല, പക്ഷെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ വഴി നേരെ പോയാൽ നമുക്ക് അരുവിക്കര അമ്പലത്തിനകത്തെത്താം. പക്ഷെ ഇതൊരു നിഗൂഢത നിറഞ്ഞ ഒരു വഴിയാണ്. പോവാം കുഞ്ഞ, പോവാം. ആ അപ്പോൾ നമുക്ക്, പക്ഷെ ഇത് ഇച്ചിരി ടഫുള്ള വഴി, ടഫല്ല അല്ലേ, ഒരു മിസ്റ്റീരിയസ് വൈബ് ഉണ്ട് ഈ ഒരു വഴിക്ക്. നല്ല രസം. വനക്കുഴി ഗുഹ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരോ ഉണ്ടാക്കിയ ഗുഹ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആക്ച്വലി അല്ല. പാറ നിർമ്മിച്ച ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള ഒരു റോക്ക് കട്ട് കേവാണിത്. കരമന ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രാവൻകൂർ രാജഭരണകാലത്ത് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് കേട്ടോ. രണ്ട് സൈഡും ഉണ്ടോ പാമ്പും ചേരയും കാണത്തില്ല, എന്നാലും ആ കാണും എന്നൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, ആ കണക്കൊരു അന്തരീക്ഷമാണ്. വാ, ഒതുങ്ങി വാ. പട്ടിശല്യം ഇവിടെ ഉണ്ട്. നമ്മൾ അവരൊന്നും അല്ലേ, അവരൊന്നും ചെയ്യാതെ പോയാൽ മതി. അവരും നമ്മളൊന്നും ചെയ്യാതെ പൊക്കോളും തന്നെ എന്നാണ് ഒരു വിശ്വാസം. ആ വിശ്വാസം രക്ഷിച്ചു. ഇത് കണ്ടോ എൻ്റെ പൊന്നെ, ഇതെന്തായാലും സംഭവം. വലിയ മരങ്ങ ചാഞ്ഞിടക്കുന്ന രണ്ട് സൈഡായിട്ട് ഏതോ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു അവശിഷ്ടം പോലെ അല്ലേ കിടക്കുന്നത്. വഴിയൊക്കെ അല്പം മോശമാണ്, എന്നാലും നടക്കാൻ പറ്റും. പക്ഷെ മഴയൊക്കെ പെയ്താണ്ടല്ലോ ഫുൾ ചെളിയാവും. എല്ലാം ദേവാ കണ്ടോ. ഇനി അങ്ങോട്ടുള്ള വഴി അതായത് ഈ ഒരു കവാടം കഴിഞ്ഞിട്ടുള്ള വഴി ഭയങ്കര ഒരു മിസ്റ്റീരിയസ് വഴിയാണ്. നോക്കിയോ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, ഇതൊരു പേരുണ്ടോ? എൻ്റെ പൊന്നെ, എന്ത് പേരില്ല ഇത്, അടിപൊളി പേര്. കുഴിയും വാഴിയും ഈ സംഭവം കണ്ടോ. എൻ്റെ പൊന്നെ, ഇതെന്ത് രസം അറിയോ സംഭവം കാണാൻ. ചുറ്റും പിന്നെ എൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം ഒലിക്കുന്നുണ്ട് ഈ പാറയുടെ സൈഡ് വഴിയൊക്കെ. തെന്തുവില് പാറ നോക്കിയേ, തെന്തുവില് പാറ. ഇത് നമ്മുടെ അടുത്ത് വരെ വലിയ പാറയാണ്. ഈ പാറന്നൊക്കെ ഉണ്ടോ വെള്ളമുണ്ടോ, വെള്ളം ഒലിച്ചൊക്കെ വരുന്നുണ്ട്. വരൂ, നമുക്ക് ഇനിയും മുന്നോട്ട് പോവാം. ആദ്യം ഒരു പേടി തോന്നുമെങ്കിലും ആ പേടി നമുക്ക് ശീലമാവും. എന്താ വെച്ചാൽ പേടി മാറത്തില്ല. കാരണം ഇത് കാണുമ്പം ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് പേടി മാറാത്തത് അല്ലേ. നമുക്ക് ഇവിടെ എത്തുമ്പോഴും തന്നെ നമുക്കൊരു വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മുടെ അരുവിക്കര ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. കുഞ്ഞോടെ പോന്ന്, കുഞ്ഞ പറ, നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാന്ന് പറ. ഇത് പറ. വെള്ളച്ചാട്ടം കാണാൻ പോവാന്ന് പറ. ടാറ്റ പറ. അല്ല ബാ പറ. നല്ല കുട്ടി. സംഭവം കഴിഞ്ഞു. നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് അരുവിക്കര അമ്പലത്തിൻ്റെ ആ ഒരു അകത്തളത്താണ്. ഓക്കെ, അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അരുവിക്കര ഡാമിലാണ്.
ഏ ആ ശരിയാണല്ലോ. മൊത്തം വെള്ളം കയറി അല്ലേ? മഴ സീസൺ ആയതുകൊണ്ട്. ആ ഇതാണ് ഡാമിലേക്കുള്ള നമ്മളെ വെള്ളച്ചടം കാണാം. നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ചുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനിവിടെ വൻ ആഘോഷമാണ്. അപ്പം കുച്ചാണ്ടി കുച്ചാണ്ടി ആ ഓ ആ അത് നമ്മുടെ സമ്പത്ത് MP വക ഒരു പാർക്കുണ്ട് ഇവിടെ, പിള്ളേർക്കുള്ള പാർക്ക്. കുഞ്ഞാ അവിടെ പാർക്കിൽ പോവാം. ഓക്കെ. യെസ് ഓഫ് കോഴ്സ്. കുച്ചാണ്ടിക്ക് പാർക്ക് എന്ന് പറയുമ്പോഴേ കുച്ചാണ്ടിക്ക് ജീവനാണ്. കുച്ചാണ്ടി മീൻസ് കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റ ഞാൻ കുച്ചാണ്ടി വിളിക്കും. ഇത് കൊള്ളാമോ? കേറ് കേറ് കേറ്, വീഴല്ലേ, പിടിച്ച് കേറ്. ആ കേറ്, ആ കേറ്. ആ ഇനി ബാ, വീഴുന്നു. ഇനി ബാ, അപ്പുറത്ത് പോവാം. ആ അതെ, ആ വിട്ടല്ലേ. ഡാമിന് 1 2 3 4 5 ഷട്ടർ ഇപ്പോൾ ഓപ്പൺ ആണ് അല്ലേ? അതെ, 5 ഓപ്പണാണ്. അത് കാണാനും ഉണ്ട് വെള്ളം, നല്ലപോലെ വെള്ളം കാണാനുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ നിന്ന റോഡാണ്, അതിൻ്റെ മേളിലാണ് നിന്നത്. വെള്ളം കണ്ടോ വെള്ളം ഇവിടെ എന്താ നിൽക്കുക. പണ്ട് ഇത്രയൊന്നും വെള്ളം ഇല്ലായിരുന്നു. ഇതുണ്ട്, വെള്ളം നിറഞ്ഞിരിക്കുക മൊത്തം. അപ്പം വെള്ളം കയറി, ഫുട്പാത്ത് വരെ വെള്ളം കയറി. മുമ്പ് ഇത്രയ്ക്കൊന്നും വെള്ളം ഇല്ലായിരുന്നു ഇവിടെ. ഷട്ടർ ഓപ്പണാക്കി ഇരിക്കുന്നതാണ് നമ്മൾ ഇത്രയും വെള്ളം. കുഞ്ഞ ആ വെയിൽ പോയല്ലേ.